എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ മഴ വളരെയധികം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഴ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും പെയ്യുക എന്നുള്ളതൊന്നും ഒരാൾക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ജൂൺ തുടങ്ങിയിട്ടില്ല. അതിന് മുൻപേ വളരെ ശക്തമായിട്ടുള്ള മഴയുടെ അനുഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ വീശിയ കാറ്റിൽ പല സ്ഥലങ്ങളിലും വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരം വീണിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റിൽ ഒടിഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാളും ഏറ്റവും രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നം എന്നറിയോ, ഈ ചാലക്കുടി പട്ടണത്തിലൂടെ പോകുന്ന കാനകൾ. നിങ്ങൾ ആ കാനകൾ പോയി പരിശോധിക്കുക. ഞാൻ കുറച്ച് കാനകളുടെ ഇതുകൾ പറഞ്ഞുതരാം. ഇതിൽ ചിലത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാനകളുണ്ട്, പിന്നെ നഗരസഭ വൃത്തിയാക്കേണ്ട കാനകളുണ്ട്. ഇതിലൊന്നും യാതൊരുവിധ ഇടപെടലുകളും ചെയ്തിട്ടില്ല. സാധാരണ മെയ് മാസത്തിന് മുൻപായിട്ട് ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാറുണ്ട്. മെയ് 10 കൂടിയിട്ടൊക്കെ കഴിഞ്ഞ തവണ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് ലഭിച്ചില്ലെന്നോ ഒക്കെയുള്ള ഒരു പ്രശ്നത്തിൽ ഇത് തുടങ്ങിയില്ല. പക്ഷേ ഇപ്പോൾ ഇത് ആരംഭിച്ചു. ഈ അവസാന ഘട്ടത്തിൽ മഴ നേരത്തെ വരുമെന്ന് അറിയിപ്പുണ്ടായിട്ടും ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാണ്ടിരുന്നത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് വന്ന വലിയ വീഴ്ചയാണ്. പള്ളിത്തോട്, അതുപോലെ തന്നെ നമ്മുടെ രചന ബാറിൻ്റെ ഇതിലൂടെ പോകുമ്പോൾ തോടുകൾ, അതുപോലെ തന്നെ SH കോളേജിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന തോട്, അങ്ങനെ നിരവധിയായിട്ടുള്ള കാനകൾ, പ്രധാനപ്പെട്ട കാനകൾ. നമ്മുടെ ആ മൂലൻസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ പള്ളി സ്റ്റോപ്പിലുള്ളത്, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു കാനകളുണ്ട്. അവിടത്തേക്ക് സ്ഥിതി നിങ്ങൾ നോക്കൂ, അതീവ ശോചനീയമായ സ്ഥിതിയാണ്. ഇപ്പോൾ ഇന്ന് കാലത്ത് നമ്മുടെ ലത്തിമ്പളയിൽ അവിടെ നിന്ന് പാസ്കൽ റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ വെള്ളക്കെട്ടാണ്. എന്താണ് സംഭവം? കുളവാഴ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. പ്രധാനപ്പെട്ട തോടുകളിലൂടെ ഒന്നും വെള്ളം പോകുന്നില്ല. ഇത് നഗരസഭയുടെ വീഴ്ചയാണ് എന്ന് പറയാൻ കാരണം, നഗരസഭ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ JCB വെച്ച് തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോഴാണ് തോണ്ടേണ്ടിരുന്നത്. തനത് ഫണ്ടില്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ടെൻഡർ വിളിച്ചിട്ടാണോ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിയത്? അല്ല, ടെൻഡർ വിളിച്ചിട്ടില്ല. ടെൻഡർ വിളിക്കാതെ തന്നെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തി. ഇത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിലോ? അപ്പോൾ ഇനിയുള്ള ശക്തമായ മഴ ഈ കാനകളൊക്കെ തീർച്ചയായിട്ടും മൂടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുമാത്രമല്ല, വെള്ളക്കെട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴാണ് JCBയും ഹിറ്റാച്ചിയൊക്കെ വന്ന് തോണ്ടി തുടങ്ങുന്നത്. ഇത് വീഴ്ച തന്നെയാണ്. തനത് ഫണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഈ സംഭവം ഒന്നും ചെയ്യാതിരുന്നത് ചെയ്യണത് ഇപ്പോഴാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ആളുകളൊക്കെ എവിടെയാണ്? ഇന്ന് ഈ പാസ്കൽ റോഡിലുള്ള വെള്ളക്കെട്ട്, അവിടെയുള്ള പരിസരവാസികൾ പറയുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. തോടുകളും കാനകളും കൃത്യമായിട്ടൊരു മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം, പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ചെയ്യേണ്ടിരുന്നത് അതെപ്പോഴായിരുന്നു? അതൊരു ഏപ്രിൽ അവസാന ഘട്ടത്തോടുകൂടി ആരംഭിക്കണമായിരുന്നു. കഴിഞ്ഞ തവണ മെയ് 10 ആരംഭിച്ചു. ഇപ്പോൾ പട്ടണത്തിൻ്റെ പല തോടുകളും കാനകളും ഒക്കെ തന്നെ വളരെ പുല്ലും പിടിച്ച് വെള്ളം ഒഴുകാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഇത് എന്ന് ക്ലീൻ ചെയ്യുമെന്നുള്ളത് സംശയമാണ്. മഴ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം, നല്ല രീതിയിലുള്ള വെള്ളക്കെട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് ഭരണാധികാരികൾ, ഈ വിഷയങ്ങളിലൊക്കെയാണ് ഇടപെടൽ നടത്തേണ്ടത്. ഇവിടെയൊക്കെയാണ് നമ്മൾ ഭരണാധികാരികൾക്ക് സല്യൂട്ട് ചെയ്യേണ്ടതും തമ്പ് ചെയ്യേണ്ടതും. അല്ലാണ്ട് മഴ തുടങ്ങി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ തോണ്ടാൻ തന്നെ. ഇപ്പോൾ ഇന്നലെ വേറൊരു സംഭവം കണ്ടത്, നമ്മുടെ സൗത്ത് ജംഗ്ഷനിൽ നമ്മുടെ ആ ഗോകുലം ചിപ്സിൻ്റെ ഒക്കെ അവിടെ ആയിട്ടുള്ള സ്ലാബുകൾ പൊളിക്കുന്നുണ്ട്. ഈ സ്ലാബുകൾ പൊളിക്കുമ്പോഴുള്ള അവസ്ഥ സ്ലാബ് ഒടിഞ്ഞു പോവുക. അപ്പോൾ ആ നിലവ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ലാബ് പോയി കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അങ്കമാലിൽ സ്ലാബ് പൊളിഞ്ഞു കൊടുത്ത് വീണിട്ട് ഒരാൾ മരിച്ചത്. ഇതൊക്കെ കെടുകാര്യസ്ഥതയാണ്. ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ, അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എന്താണ് നൽകുന്നതെന്നുള്ള സന്ദേശം നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഞാനിത് പറയുമ്പോൾ പല രീതിയിൽ ഈ ഒഴിഞ്ഞു പോകുന്ന പരിപാടിയല്ലല്ലോ. നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ ചിലർ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രാവശ്യത്തെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളിൽ നഗരസഭയ്ക്ക് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. ഇത് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കതത്ര വിശ്വാസം പോരായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ട സംഭവങ്ങളാണ്. ജനങ്ങളാണ് ഈ വിഷയങ്ങൾ മുഴുവനും തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി പട്ടണത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള തോടുകൾ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരെന്ത് തേങ്ങയുടെ മൂടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ ഈ കാനയുടെ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുഴുവനും വീഴാൻ വേണ്ടി നോക്കി കുത്തിരിക്കുകയാണ്. ഇന്നലെ 7-ാം വാർഡിൽ മരങ്ങൾ വീണ്, അവിടെ ഇനിയും മരങ്ങൾ വീഴാൻ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ കാനകൾ ശുചീകരിക്കുന്ന പരിപാടിയിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ച. വീഴ്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വീഴ്ചയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറിഗേഷൻ്റെ കാനകളാണ് പ്രധാനപ്പെട്ട കാനകൾ. നിങ്ങൾ ആ KSRTC സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ പോയി നോക്കൂ. ഇവിടെയൊക്കെ പുല്ലും പിടിച്ച് ഈ കാനകൾ മുഴുവൻ അങ്ങനെ കിടക്കണമെന്ന്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം? ഇവർക്കൊക്കെ എന്താണ് പരിപാടി? 4-5 ശമ്പളം മേടിച്ച് കഴിഞ്ഞിട്ട് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ഈ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുന്ന പ്രധാനപ്പെട്ട ഈ ചാലക്കുടി പട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2018 വെള്ളം കയറി നശിച്ച് തവിടുകൂടിയതാണ്. അതിനുശേഷമെങ്കിലും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടതല്ലേ? ഇവരിങ്ങനെ മുഴുവൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ശമ്പളം കൃത്യമായിട്ട് ഇവർക്ക് വേണം താനും. എന്നാൽ ഇവർ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ചേട്ടനീനാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഭരണാധികാരികൾ ഇടപെടണം. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാണുന്ന കാന ഏതെന്നറിയോ? ചാലക്കുടിക്കാരത്. ഇതാണ് നമ്മുടെ സൗത്തിലെ മൂലൻസ് സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ പോണ കാന. ഇത് നഗരസഭയുടെ ആണോ ഇറിഗേഷൻ്റെ ആണോ? പൊതുജനങ്ങൾക്ക് ആവശ്യം എന്താ? ഇതിൽ കൂടെ വെള്ളം ഒഴുകി പോകണം അല്ലേ? ഇത് കിടക്കണ കടുപ്പ് കണ്ട എന്തെന്നാ പറയുക? ഇത് എന്തിനാണ്? ഇതുപോലെ പുൽകൃഷി നടത്താൻ വേണ്ടിയിട്ടുള്ള വല്ല കരാർ ഏറ്റെടുത്തോണ്ടെന്ന് അറിയില്ല. ഇത് ആരാണ് ഇതിൽ ഇടപെടൽ നടത്തേണ്ടത്? ഈ പറയുന്ന കാന വൃത്തിയാക്കിയിട്ട് എത്ര ഇതായി? ഏറ്റവും കൂടുതൽ കാനകളുള്ള വാർഡ് ഏതെന്നറിയോ? നമ്മുടെ നിത പോൾ എന്ന് പറഞ്ഞ കൗൺസിലറുടെ വാർഡിലാണ്. അവർ കഷ്ടപ്പെടാണ് ശരിക്കും പറഞ്ഞത്. ഇതേതാണെന്നറിയോ?
ഇത് നമ്മളുടെ ആനി ഡോക്ടറിൻ്റെ ഫ്ലാറ്റില്ലേ അതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ പോണ ഒരു കാനയാണ്. കണ്ട എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ ഈ കാനയുടെ സ്ഥിതി? എങ്ങനെയാണെന്ന് നോക്ക്, അടിപൊളിയല്ലേ? ഇത് നമ്മുടെ എടശ്ശേരി സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ ഉള്ള കാന. ഇതേതെന്നറിയോ? ഇത് നമ്മുടെ കുരിശിൻ്റെ അവിടെ, നമ്മുടെ കുരിശില്ലേ, കുരിശിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളത്. ഇത് നമ്മുടെ രചന ബാറിൻ്റെ പിറകിലുള്ള ഒരു കാന. എന്താ കിടക്കണ കെടുപ്പ് കണ്ട? ഇതിൽ കൂടെ ഒക്കെ വെള്ളം ഒഴുകി പോണ കാനകളാണ്. എന്ത് കോപ്പാണ് ഇവർ കാണിച്ചേക്കുന്നത്? മഴക്കാല ശുചീകരണ പ്രവർത്തനം, എന്തുട്ട് ശുചീകരണ പ്രവർത്തനം, കാനകൾ. ഇത് അടുത്ത സാധനം. ഇത് ഗ്രൗണ്ടിൻ്റെ പിറകിലുള്ളതാണ്. ഇത് നമ്മുടെ ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ പിറകിലുള്ള കാന. ഇതിൽ കൂടെ ഒക്കെ വെള്ളം ഒഴുകി പോകാനുള്ള സംഭവമാണ്. എവിടെയാണ് ഇവർ മഴക്കാല ശുചീകരണ പ്രവർത്തനം നടത്തിയെന്ന് പറയണത്? ഈ സമയത്ത് കൊണ്ടുപോയിട്ടാണോ ഈ പറയുന്ന സംഗതി മാന്താൻ വരണത്? നമ്മുടെ പള്ളി വാർഡ് ഉണ്ടല്ലോ, പള്ളിയുടെ തൊട്ട് സൈഡിൽ കൂടെ ഉള്ളൊരു കാന പോകുന്നുണ്ട്. അവിടത്തേക്ക് സ്ഥിതി എന്ന് പോയി നോക്കിയാൽ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇതാണ് നമ്മളുടെ KSRTC സ്റ്റാൻഡ് സൈഡിൽ കൂടെ പോണ കാന. ഇതെന്താണ്? കാനയാണോ അത്? എന്താ സംഭവം അത്? ഇതിൽ കൂടെയൊക്കെ വെള്ളം പോകണ്ട. ഇത് ഇറിഗേഷൻ കനാലാണ്. ഇവര് ഒരു കാര്യം ചെയ്യില്ല ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. കണ്ട, ഇത് നിങ്ങൾ നോക്കിയൊക്കെ താമസിക്കുന്ന ആളുകളോടൊക്കെ ഒരു ഇത് വേണ്ടേ? പുറമ്പോക്കിലായിരിക്കാം, പക്ഷെ കാണിച്ച് വെച്ചാൽ നോക്കിയാൽ ഒരു കാര്യം ചെയ്യാത്ത, ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് ചെയ്യാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങൾ ഈ കാനയിൽ നോക്കി നോക്കിയാൽ ഇത് ആരാണ് ഇത് ചെയ്യിപ്പിക്കേണ്ടത്? അതിന് നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇറിഗേഷൻ ചെയ്യണില്ല എന്ന് പറഞ്ഞ് ഇറിഗേഷനെ മാറ്റി നിർത്തണോ ചെയ്യേണ്ടത്? ഇറിഗേഷനെ എല്ലാ ഇടപെടലും നടത്തണ്ടേ? ഈ കാനയുടെ സ്ഥിതിയാണ്. ഈ കാന എവിടേക്കാണ് പോകണമെന്നറിയാം? ഇത് ഗോൾഡൻ നഗറിലേക്ക് പോണ കാനയാണിത്. ഈ കാനയുടെ സ്ഥിതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഒരു സംഭവം ചെയ്തിട്ടില്ല. ഇതിങ്ങനെ പോവും. ഇത് കണ്ട, ഈ ഇത് അസുഖങ്ങൾ വരാനും മതി. വെള്ളം കെട്ടിക്കിടന്ന് വെള്ളം പോവില്ല. ഈ വെള്ളം പോവാണ്ടാണ് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാവണത്. കണ്ട, ഇതൊക്കെ നോക്കി. ഇത് അംഗൻവാടിയുടെ തൊട്ട് സൈഡിൽ കൂടെ ഉള്ള ആ കാനയാണ് കാണുന്നത്. അംഗൻവാടി അല്ലേ എന്നുള്ളൊരു പരിഗണന കൊടുക്കണ്ടേ? ഇത് ഏതാണെന്നറിയോ? നമ്മുടെ കാർമലിൻ്റെ സൈഡിൽ കൂടെ പോണ വഴി. കണ്ട, സൂപ്പർ അല്ലേ? ഇത് നമ്മുടെ SH കോളേജിൻ്റെ മുന്നിൽ കൂടെ ഉള്ള കാനയാണ് കാണേണ്ടത്. കലക്കനല്ലേ? കണ്ട, ഇതൊക്കെ തോണ്ടിയിട്ട് എത്ര നാളായി എന്നുള്ള ആർക്കറിയാം. ഇതിൽ കൂടെ ഒക്കെ വെള്ളം പോകേണ്ട, ശരിക്കും വെള്ളക്കെട്ട്, പട്ടണത്തിൻ്റെ വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ട സ്ഥലങ്ങളാണിത്. ഇത് ആ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് സൈഡിലുള്ള SH കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു കാനയാണിത്. എന്താണ് ഇവർ കാണിച്ചു വെച്ചേക്കണത്? പൊതുജനമേ, നിങ്ങളിത് കാണുന്നില്ലേ ഈ സംഭവങ്ങൾ? ഇത് കണ്ടില്ലേ? ഇത് നമ്മുടെ പള്ളിയുടെ സൈഡിൽ കൂടെ പോണ ആ കാനയാണ്. ഇത് പകുതി വരെ JCB കൊണ്ട് മാന്തി വെച്ചു. കഷ്ടം തന്നെ കേട്ടോ, കഷ്ടം. തോട് പണ്ട് കാലത്ത് നേരിട്ട് വന്നിരുന്ന തോടാണത്. തോട് നേരിട്ട് വന്നിരുന്നതാണ്. അത് പിന്നീട് ഈ ഒരു പറമ്പുകാർ അവിടെ സൈഡിലേക്ക് മാറ്റി. എന്നാൽ ആവശ്യത്തിനുള്ള വീതി കൊടുത്തിട്ടില്ല. ഇതൊക്കെയാണ് അവിടെ വെള്ളം ഒരു കുപ്പിക്കഴുത്ത് പോലെ ആയിരിക്കണം. പിന്നെ ഇപ്പോൾ ഈ നേരത്തെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാഴ്ച മുമ്പല്ലേ മഴ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിലും മുൻപ് എന്തുമാത്രം സമയം ഉണ്ടായിരുന്നു തോടുകൾ നന്നാക്കാനായിട്ട്? ഇത് ഈ പ്രാവശ്യത്തിലെ മറ്റേത് JCB കൊണ്ടുവന്നിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കുളവാഴിയാണ് ഇവിടെ കിടന്നിട്ട് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ നിറച്ച് വെള്ളം കയറി വീടുകളിലേക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേണമെങ്കിൽ വീടുകളിലേക്ക് വെള്ളം കയറും. പിന്നെ ഇപ്പോൾ ഡാമുകൾ തുറക്കാത്തതുകൊണ്ടാണ് അത് നിൽക്കുന്നത്. അവിടെ ഇപ്പം ഞങ്ങളുടെ ഭാഗത്ത് അങ്ങോട്ട് കയറിയ SH കോളേജിൻ്റെ ഭാഗത്തേക്ക് പോണ വീടുകളാണ് അവിടെയുള്ളത് മുഴുവൻ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നീക്കാനുള്ളവർക്ക് സമയം ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പാണ്, 8 ദിവസം മുമ്പാണ് ഇപ്പോൾ നമ്മുടെ ഈ വെള്ളം മഴ പെയ്തത്. പക്ഷെ ആ പെയ്തതിൻ്റെ പേരിലല്ല ഇത് വന്ന് നീക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഈ എല്ലാ വർഷവും മഴയ്ക്ക് മുമ്പ് ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഈ തവണ ഈ വന്ന വെള്ളം ഒഴുകി പോകുന്ന ഒരു സ്ഥിതി കാണുന്നില്ല. കുളവാഴയും അത് കടിഞ്ഞു കിടക്കണമെന്നാണ് പലരും കണ്ടു പറഞ്ഞു. പറയന്തോടിൻ്റെ ആ ഭാഗം, പടിഞ്ഞാട്ടുള്ള ഭാഗം മൊത്തം കുളവാഴ അടിഞ്ഞെടുക്കുകയാണ്. നന്നാക്കി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് വേഗം ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അതിപ്പോൾ ചെയർമാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വാർഡ് കൗൺസിലറോട് പറഞ്ഞിട്ടുണ്ട്, മറ്റ് ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുളവാഴ ആണ് പ്രശ്നം ഉണ്ടാക്കുക. കുളവാഴ അടിഞ്ഞതിൻ്റെയാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. പിന്നെ വെള്ളം പോകാവുന്ന ഒരു സ്ഥിതിയില്ല. പിന്നെ വെള്ളം നമ്മളിങ്ങനെ ഒഴുകി പോകണമെന്നില്ല. വെള്ളം തടഞ്ഞിട്ട് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇപ്പോൾ മുൻകാലങ്ങളിലൊന്നൊക്കെ മഴ പെയ്തിട്ട് അതിൻ്റെ കാലാനുസൃതമായിട്ട് വെള്ളം കൂടുതലായിരുന്നു പതിവ്. പക്ഷേ ഈ കൊല്ലം ഇപ്പോൾ ഈ രണ്ടാമത്തെ 2 ദിവസമായപ്പോഴത്തേനും ആ തോട് മുകളിൽ കൂടെ വെള്ളം കടന്നു തുടങ്ങി. അപ്പോൾ മെയിൻ വിഷയം വെള്ളം ഒഴുകി പോകണില്ല. അതാണ് അതിൻ്റെ ഒരു വലിയൊരു സംഭവം.